എന്നാൽ ഇന്നലെ രമേശ് ചെന്നിത്തല സർവകക്ഷി യോഗം കഴിയുന്നതിന് മുമ്പ് തന്നെ വണ്ടിപ്പെരിയാറിൽ സമരത്തിന് പോയി. EM അഗസ്തി ഇന്ന് നിരാഹാര സമരം തുടങ്ങുന്നു. മാണി ഇന്നലെ പ്രാർത്ഥന എന്ന പേരിൽ സമരം നടത്തി. കൂട്ടുത്തരവാദിത്വം പോയി തുടരട്ടെ എന്ന് പരസ്യമായി പറഞ്ഞാണ് മന്ത്രി ജോസഫ് ദില്ലിയിൽ നിരാഹാര സമരം നടത്തിയത്. സർക്കാർ കോടതിയിൽ നൽകിയ സ്റ്റേറ്റ്മെന്റിൽ കുഴപ്പക്കാരായി ചൂണ്ടിക്കാട്ടുന്നത് ഇവരെയൊക്കെയാണോ എന്നറിയാൻ താൽപര്യമുണ്ട്. അതെ, എന്താണെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടിരിക്കുന്നത്. മാന്യന്മാരെ ഒന്നും ഏതെങ്കിലും തരത്തിൽ മോശക്കാരാക്കാൻ ഞാനാളല്ല. ഇതെല്ലാം നിങ്ങളെപ്പോലെ തന്നെ ഞാനും കണ്ട് അറിയാൻ വേണ്ടിയിട്ട് പ്രതീക്ഷാതർഭരമായി കാത്തിരിക്കുകയാണ്. LDFന്റെ ഘടകകക്ഷികളോട് ഒന്നും ചർച്ച ചെയ്യാതെയാണ് ഞാൻ ആ കമന്റ് പറഞ്ഞത്. അവരിൽ പലരും കന്റോൺമെന്റ് ഹൌസായ ഈ വീട്ടിൽ ഇന്നലെ വൈകുന്നേരം വന്ന് എന്നോട് അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷ നേതാവെന്നുള്ള VDS ആണ് ഈ പ്രശ്നത്തിൽ ഞങ്ങളോടൊപ്പം അല്പം മുൻപിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ നമുക്കെല്ലാം ഒരുമിച്ച് അവിടെ പോയി ഈ കാര്യങ്ങളെല്ലാം പറയുന്നതാണ് നല്ലതെന്നാണ് ഞങ്ങൾക്ക് അങ്ങയോട് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ശക്തമായി ഇന്നലെ വൈകുന്നേരം എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഇന്ന് അവിടെ പങ്കെടുത്തതോടുകൂടി അത്ഭുതകരമായ വാദങ്ങളെല്ലാം അവിടെ നടന്നത് കേൾക്കാനിടയായി. UDFന്റെ ഘടകകക്ഷിയിൽപ്പെട്ട ആളുകൾ തന്നെ അഡ്വക്കേറ്റ് ജനറൽ കേരള ഹൈക്കോടതിയിൽ നൽകിയ പ്രസ്താവന വളരെ വളരെ സംശയാസ്പദമാണ്. അതുകൊണ്ട് തിരുത്താൻ അദ്ദേഹത്തോട് പറയണം എന്ന് മുഖ്യമന്ത്രിയോട് പലരും ആവശ്യപ്പെട്ടത് അവിടെ പങ്കെടുത്തുകൊണ്ട് നേരിട്ട് കേൾക്കാൻ കഴിയും. അപ്പോ സാമാന്യമായ ബോധമുള്ള ഒരാൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ അതിലെ വെള്ളം ജനങ്ങൾക്കാർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കരുതെന്നുള്ള സന്മനസ്സോടുകൂടി ആ വെള്ളം പയ്യെ പയ്യെ ഒഴുകി ഇടുക്കിയിലെത്തി കുടമാവിൽ സ്ഥലമുണ്ടോ എന്ന് നോക്കി, സ്ഥലമുണ്ടെങ്കിൽ അവിടെ കയറി. അതല്ല, ഇടുക്കിയിൽ സ്ഥലമുണ്ടെങ്കിൽ